நான் இறங்கி வரப்போறது കൂട്ടിട്ട് പോറിയാ കൂട്ടിട്ട് പോറിയാ ആ കൈയൊക്കെ കൊടുത്തു, കൈയൊക്കെ തന്നിട്ടുണ്ട്. അവൻ എന്നെ കൂട്ടിയിട്ട് പോവാന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള മീനുകളാണ്. ചെക്കന്മാരൊക്കെ വേറെ ലെവലോട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് മാനിനെ കണ്ടു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാൽപ്പാറയിലെ വിശേഷങ്ങളും അവിടെയുള്ള ജീവിതങ്ങളും ജീവിത രീതികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വാൽപ്പാറ എന്നൊക്കെ പറയുന്നത് നിരവധി ട്രൈബ്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അടങ്ങി ജീവിക്കുന്ന ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എന്നെക്കൊണ്ട് പകർത്താനാവുന്നിടത്തോളൊക്കെ പകർത്തിക്കൊണ്ട് ഒരുക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ആരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോക്സുകൾ വെച്ചിട്ടുണ്ടാ ഫുൾ സൈസ്, അമ്മാതിരി തണുപ്പാണ് കേട്ടാ. ഈ സെയിം ക്ലൈമറ്റ് തന്നെ ഇവിടെ. ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മാതിരി തണുപ്പായിരിക്കും, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഈ ഒരു 4 മണി നേരത്ത് ഇത്രത്തോളം തണുപ്പുണ്ടെങ്കിൽ ഒരു നൈറ്റ് ടൈമിന്, ഒരു രാത്രി, ഒരു പുലർച്ചെ ടൈമിനൊക്കെ നല്ല തണുപ്പായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മളെ റൂം വന്നിട്ട് കുറച്ച് താഴെയാണുള്ളത്, ഏറ്റവും എൻഡിലാണുള്ളത്. ഇതാണ് വാൽപ്പാറ ബസ് സ്റ്റാൻഡ് വരുന്നത്. അത്യാവശ്യം തിരക്കാണ്, പോലീസുകാർ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. സീസൺ ടൈമാണല്ലോ, അതായത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും സീസൺ ടൈമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കാണ് കേട്ടോ. ഇവിടെ റൂമിൽ നിന്ന് നൈസായിട്ട് ബാൽക്കണിയിലേക്കൊന്ന് വന്ന നേരത്ത് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര മീൻപിടുത്തത്തിൻ്റെ ഒരു തിരക്കിലാണ്. ചെറിയൊരു തോട്, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു തോട്. പുഴയൊന്നല്ല സംഭവം, വേസ്റ്റ് പോലത്തെ വെള്ളമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാൽപ്പാറയിലെ മുഴുവൻ വേസ്റ്റും ഇതിലേക്കാണ് കൊണ്ട് തള്ളുന്നതെന്ന് ചെറിയ ഡൗട്ടുണ്ട്. ഫുള്ള് വേസ്റ്റാണ് വന്ന് അടിഞ്ഞു കൂടുന്നത്. പക്ഷേ അതിൽ മീൻ പിടിക്കുന്നുണ്ട്. നമുക്കൊന്ന് നൈസായിട്ട് മുട്ടി നോക്കാം. ഡേയ് എപ്പടി വര அங்கேயா? நான் இப்போ வரேன், அங்கே வரேன். மீன் கிடச்சிருக்கா? நல்லா കിടച്ചിരിക്കാ? പെരുസാ കിടച്ചിരിക്കാ? എന്താ പിന്നെ ഒന്ന് കാണണല്ലോ, എന്താ പോയിട്ട് വരാം. അപ്പോൾ അവന് മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഇത് നമുക്കൊരു വള്ളിയാണ്. വള്ളി മീൻ പിടിച്ച് കയറാനുള്ളൊരിത്. ഇവിടെയുള്ള ആളുകളുടെ ആ ഒരു ജീവിതം ഇതെന്തോന്നടേ. ഇവിടെ പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇമാതിരി പടപടക്കുന്നത്. ആ ഒരു പുക കണ്ടോ, സീനാണ്. അതിൽ പെട്രോളും നല്ല ഒഴിക്കണമെന്ന് തോന്നണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി പോയ ഒരുമാതിരി ടോക്സിക് ആയിട്ടുള്ള ഒരു പുകയാണ് വരുന്നത്. ഭയങ്കര ടോക്സിക്കാണ്. എന്തായാലും നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവന് മീൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്ത് മീനാണ് കിട്ടിയിട്ടുള്ളത്, എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഭാവി പരിപാടികളെന്ന് നമുക്ക് നോക്കാം, തീരുമാനിക്കാം, പോവാം. ഞാൻ ഇറങ്ങി வரப்போறது കൂട്ടിട്ട് പോറിയാ ആ കൈയൊക്കെ കൊടുത്തു, കൈയൊക്കെ തന്നിട്ടുണ്ട്. അവൻ എന്നെ കൂട്ടിയിട്ട് പോവാന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഏയ് തമ്പി, അങ്ക നിക്ക്, ഉങ്ക പേരെന്നാ? பரமேஷ் குமார். இவ்வளோ கட்ஸா உங்க பேருக்கு? என்ன பண்ணிட்டு இருக்கு? படிப்பியா? எத்தனை கிளாஸு? 3rd கிளாஸு. ஆ வா போலாம். டேய் அந்த 6 தாண்டணுமா? என்னவா தாண்டிடலாம். ആ പരവായില്ല, പ്രശ്നമേ കിടയാതെ. അവൻ പറയണത് വലിയ ആഴമൊന്നും ഉണ്ടാവില്ല, നൈസായിട്ട് എൻ്റെ കൂടെ പിടിച്ചോന്ന് പറയണത്. എൻ്റെ ഗൈഡാണ് കേട്ടോ. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പരമേഷ് കുമാർ എന്നാണ് അവൻ്റെ പേര് വരുന്നത്. നമുക്ക് എന്തായാലും അവൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം. சீக்கிரம் வர முடியாதுடா, இது எங்க ஊர் கிடையாது, இது எங்க ஊர் அல்லே. எப்படி இருக்கு? அட்டை இருக்கா? அட்டா உனக்கு மலையாளம் தெரியுமா? தெரியாதா? கேரளா எங்க இருக்குன்னு தெரியுமா? போயிருக்கா? எங்க வந்திருக்கு? கடவுளை,
ஏய் தம்பி இது ரொம்ப டாஸ்கா இருக்கு. டேய் ரொம்ப டாஸ்க்டா. இந்த மாதிரி வழியில கூட என்ன கூட்டிட்டு போற? டக்குன்னு ஓடிடுச்சு இறங்கிடலாம். நான் அங்கே டமார் அடிச்சு கிடக்கும். പൊന്നിടാവേ. ആര് താണ്ടണമാ? നല്ല നല്ല തണ്ണിയാ. ഇങ്ങേന്ന് പോളുമാ. എന്തായാലും ആറ് താണ്ടിടല. പടച്ചോനെ ആഴൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ആളുണ്ട്. ഡേയ് ഇങ്ങ ആഴ இருக்குடா. இங்க ஆழ இருக்கு. பெரிய மீன் கிடைச்சிருக்கா அவங்களுக்கு? வாங்க பார்க்கலாம், வாங்க பார்க்கலாம். இது ஆறா? தோடா ஆறா? இது ஆறா? உங்க வீடு எங்கே? എങ്കേ? അവ ആഴൊന്നുമില്ലാന്ന് പറഞ്ഞു. എന്റെ മുട്ടിന്റെ മേലെത്താറായിട്ട് വെള്ളം. நீ இருக்கு அதுதான் உன் மேலதான் நான் நம்பிட்டு இருக்கு. டேய் நண்பா இங்க பாரு, എന്റെ ട്രൗസറൊക്കെ നനഞ്ഞടാ. അവന്റെ അഭ്യാസങ്ങളാണ് കേട്ടോ. ചെറിയൊരു ചെക്കനാണ്. അവന്റെ അമ്മ അവിടുന്ന് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും അവര് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. മീൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ത് മീനാണ് ഉള്ളതെന്നൊക്കെ നോക്കാം. ആള് സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഞാൻ എത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല. டேய் உன்னை நம்பித்தா எப்படி ஏறுவே பாரு. தண்ணி எப்படி ஏறுறேன்னு பாரு. ഓരെ നമ്പിയിട്ട് ഞാൻ ഇറങ്ങിയാണ്. ആഴമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. അവനക്കുള്ള അംഗം വിട്ട് വരുന്നുണ്ട്. டேய் வீட்டுக்கு போறடா. സംഭവം അത്ര നല്ല വെള്ളമൊന്നുമല്ല, വേസ്റ്റ് വെള്ളമാണ്. ഇവിടെ നിന്ന് വരുന്നതാണ്, പുഴയാണെന്നാണ് അവർ പറയണത്. ആറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഴ എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അത്യാവശ്യ സമയത്ത് തമിഴ് മനസ്സിലാവൂല, തമിഴ് പറയാനും പറ്റൂല. എങ്കേ മീനെങ്കേ കാമിച്ചു കൊടു. ഇവർക്ക് കിട്ടിയ മീനൊന്ന് നമുക്ക് നോക്കാം. അമ്പോ ഇത് എന്ത് മീന്? ഡാം മീനാ? സോളയാർ ഡാമിന്ന്. ഞാൻ ഇത്രക്ക് പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ചെറിയ പരല് പോലത്തെ ചെറിയ എന്തെങ്കിലും മീനുകളും പിടിച്ചിട്ട് നൈസായിട്ട് വീട്ടിൽ പോകാൻ വന്ന ടീമുകളാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത്രക്ക് ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് എന്ത് മീൻ? ഇതൊക്കെ എന്നാ சொல்ற? കുയിലാ? പാൽ കണ്ട കുയില്. ജീവനൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി കിണ്ട കാച്ചി മീനാണേ. നൈസായിരിക്കും, നല്ല ഫ്രഷ് മീനൊക്കെ വറുത്ത് തിന്നാനായിട്ട്. പാല് കണ്ണേ ഇതാ മറ്റേത്? ഇത് എവിടെ വെയിറ്റ് ഇருக்கு നോക്കട്ടെ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. இங்க வாடா, ஒரு அண்ணன் கேரளா வந்து உங்க ஷூட் உன்னை எல்லாம் ஷூட் பண்றதுக்கு வந்ததுதா. இங்க இறங்கி வா, ആറ് താണ്ടി വാടാ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ള മീനുകളാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചെക്കന്മാരൊക്കെ വേറെ ലെവലാട്ടോ. നമ്മളെ ഫാൻസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഡേയ് കീഴെ വാടാ, അന്ത ആറ് താണ്ടി വാ. ആറ് താണ്ടി വന്നിട്ട് ഞാൻ അവന്റെ അമ്മയും അച്ഛനും അംഗം വട്ടുണ്ടാക്കും. വേണ്ട ഞാൻ അവിടെ നിന്നോ, കുഴപ്പമൊന്നുമില്ല, സീനില്ല. டேய் இங்க வா, உன்னை வீடியோ ஷூட் பண்ணிட்டு இருக்கு. உங்களுக்கு மீன் கிடைச்சிருக்கா? டேய் தம்பி, உங்களுக்கு மீன் கிடைச்சிருக்கா? 10 கிலோ மீன் கிடைச்சிருக்கா? எங்க? எனக்கு கொஞ்சம் കാണിച്ചു കൊടു. എല്ലാം വിത്താച്ച്. അപ്പൊ വിൽപ്പനയുണ്ടോ? അതെന്തായാലും നന്നായിട്ടുണ്ട്. അവന്റെ അമ്മേനെ അവിടെ ഇരിക്കണേ, ആകെ അംഗം പറ്റിയിട്ടുണ്ട്. ചെക്കന്മാർക്ക് എന്റെ ചാനൽ ഏതാന്ന് അറിയണം. ഞാനെങ്ങാനും ചാനൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഏതോ വലിയ യൂട്യൂബറാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർക്കറിയില്ലല്ലോ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണെന്ന്. ഇനിയിപ്പോ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ മൂട് പോകുന്നാവോ? എന്തേലൊക്കെ ആവട്ടെ. டேய் அந்த மீனை தூக்கு, ரோஸ்ட் பண்ணலாம். அந்த மீனை தூக்கு, ரோஸ்ட் பண்ணலாம்.
டேய் உங்க பேருண்ணா என்ன பண்ணிட்டு இருக்கு? காலேஜா? எந்த செகண்ட் இயரா? எங்கே? இங்கேயா? இன்னைக்கு கிளாஸ் இல்லையா? காலேஜ் இருக்கு போகல. ഫിഷിങ് മലേ ഫിഷിങ് അതാണ് പവറ്. ക്ലാസ്സിനൊന്നും പോകാൻ പാടില്ല, മീൻ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. രസമുള്ള പരിപാടിയല്ലേ? ഇൻട്രസ്റ്റ് ആയിരിക്കാ ഫിഷിങ്? ഇപ്പൊ കൊഞ്ച നേരത്തില് ഇവളോ മീനെ പിടിച്ചിருக்கு. മീൻ ഇപ്പൊ അടിക്കലേ? அப்போ கைஸ் இவட மான் உண்டுன்னு പറയുന്നത് കേട്ടു. டேய் பார்க்க முடியுமா அந்த மானினே? அங்கேயா? தூரம் இருக்கா? ஆ போகலாம், வாங்க போயிடலாம். எனக்கு ஷூட் பண்ண வேணும், எனக்கு மானை கிடைக்க வேணும், புரிஞ்சுதா? பார்க்கறதுக்கு கிடைக்க வேணும், வா போயிடலாம். குளிரொന്നും இல்லையா? இந்த கிளைமேட் உனக்கு ரொம்ப பழகி இருக்கா? அதனால தான் ஷர்ட் ஒன்றும் இடாது. വാനത്തിൽ എന്താ പാക്ക വേണോ? ഇത് പാക്ക വേണോ? അങ്കയാ? അங்கே ഒന്നുമേ ഇല്ലടാ. മറ്റേ ആള് ഫുള്ള് കോമഡിയാണ് കേട്ടോ. ട്രൗസർ തന്നെയാതിരിക്കാൻ വേണ്ടിട്ട് ഫുള്ള് കയറ്റി എടുക്കുക. പിന്നെ എന്തിനാടാ ഇതിരുന്ന്? ഡേ அந்த ட்ரௌசரே கீழே இறக்கி விடுறா, அந்த ட்ரௌசரே ஊறி போடுறா, எதுக்கு கவலைப்படுறது? എന്ത് വെള്ളാമെന്ന് അറിയില്ല. ഷോളയാർ ഡാമിലേക്ക് പോകുന്ന വെള്ളമാണ്. എന്തായാലും വേണ്ടില്ല, നനഞ്ഞു. ഇനി കുളിച്ചിട്ട് കയറാം. മാനിനെ കണ്ടിട്ട് ഇനി ഞാൻ ഇവിടുന്ന് കയറുള്ളൂ. டேய் உன்னை நம்பித்தான் நான் இந்த ஆறுல நடந்துட்டு வந்துட்டு இருக்கு. மானினை நீ எனக்கு காமிக்க வேணும், புரிஞ்சுதா பரமேஸ்வர்? சத்தம் போடாதவா. யானை எல்லாம் வருமா? അതെന്താ? അതെന്നാ മാനാ? അത് മാനാ? അത് മ്ലാവല്ലേ? ഇപ്പം എനിക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. டேய் டேய் நாம நடந்து போகிறதுக்கு அப்புறம் அது தாண்டிடுவே, மேலே போயிடலாமா? எனக்கு தூரம் இருந்து ஷூட் பண்ணியா போதும். അല്ലെങ്കിൽ ഇത്ര നേരം നടന്നത് മൂഞ്ചി പോവും. പരമേശ്വർ പോറിയാ? ശരി പാക്കലാം, ഓക്കേവാ? അവനവൻ്റെ അച്ഛൻ വന്ന് വിളിച്ചു. അവനത് അവൻ്റെ വഴിക്ക് പോവാണ്. സമയം ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവനൊക്കെ വീടണയാൻ സമയമായിട്ടുണ്ട്. ചെരുപ്പിൻ്റെയൊക്കെ പോലെ അങ്കമ്പട്ടായിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു മാനിനെ കാണുന്നുണ്ടെങ്കിൽ വേണ്ടായിരുന്നില്ലേ? അത് മാനല്ല, അത് മ്ലാവാണെന്ന് തോന്നുന്നു ദൂരെ നിന്ന് കാണുമ്പോൾ. എന്തായാലും അടുത്തെത്താറായിട്ടുണ്ട്. അങ്കമ്പട്ട് തന്നെയാണ്, ചെറിയ അങ്കമ്പട്ടം നല്ല. ഒരു മാനിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്തെത്തുമ്പോൾ മാനെങ്ങാനും മാനിൻ്റെ വഴിക്ക് പോയാൽ മാന് തന്നെ നോക്കണമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാനിനെ കണ്ടു. അതെന്നാ സാപ്പിട്ടിരിക്ക? എന്താ ചെടിയാ? ആ പേരക്ക. മാനിൻ്റെ ഒരു കഷ്ടപ്പാടേ. പുഴയെല്ലാം താണ്ടി കിടന്ന് അവിടെ പോയിട്ട് വേണോ കൊയ്യാപ്പഴം, അതായത് പേരക്ക കഴിക്കാനായിട്ട് പോണുണ്ടോ? യാനെല്ലാം വരും. നൈറ്റാ? അത് ശരിയാ. രാത്രി ഇവിടെ ആനകളെ ആറാട്ടാണ്. எங்கே? கிரவுண்டில் இருக்கா? வேற என்ன இருக்கு பார்க்கறதுக்கு? காட்டு வைல்ட் அனிமல்ஸு മറ്റേ കാട്ടെരുമേ? கொஞ்சம் தூரம் போகணும். അപ്പോൾ മാന നമ്മളൊക്കെ കണ്ടപ്പോൾ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. പേടിച്ചിട്ടൊന്നല്ല കയറിയത്. അതിൻ്റെ ഉള്ളിൽ എന്തോ തിന്നാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉള്ളിൽ കയറിപ്പോയത്. ആ ഒരു ചെടികൾക്ക് പുറകിലോട്ട് പോയത്. അതിന് വലിയ പേടിയൊന്നുമില്ല. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അതിനൊരു വിഷയമില്ലാത്ത കേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളോട് ഇടപഴകി വരുന്നൊരു മാനും കാര്യങ്ങളും ഇവിടുത്തെ അനിമൽസാണ്. അതുകൊണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്കും അതൊരു വിഷയമേ അല്ല. നമ്മുടെ നാട്ടിൽ മയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കില്ല. അതുപോലെ നമ്മുടെ മാന്, കാട്ടുപോത്ത്, ആന പിന്നെ രാത്രി വരുള്ളൂ അംഗം വിട്ട്. എന്തായാലും നമുക്ക് തിരിച്ചു പോലാമാ? തിരുമ്പി പോലാമാ? അത് ഓടിച്ചു വിട്രാ. മാനിനെ ഓടിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. പക്ഷെ മാനിനൊരു വിഷയമല്ല. എന്തായാലും മാനിനെ നമുക്ക് അവിടുന്ന് ഇറക്കാം. അവിടുന്ന് ഇറക്കിയിട്ട് ഇറക്കുന്നുണ്ട്. അതാ പോണു. ഇത് മാനല്ല, ഇത് മ്ലാവും അല്ല, മാനും അല്ല. ഇത് ഏത് മാനാന്നൊരു പിടുത്തമില്ല. എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ടാണ്.
ഇതൊരു വെറൈറ്റി മാന്. ഏയ് പാക്കറിങ്ങളാ, മാന് നമ്മളെ നോക്കണുണ്ടോ? മാന് നമ്മളെ നോക്കണുണ്ടോ? അതാ പോണു. പോയിട്ടില്ലാമാ, വാങ്ങ പോലാം. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് പുറകോട്ട് പോകാം. അപ്പോൾ അവനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരാന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ലോക്കൽ സപ്പോർട്ട് വേണം. ലോക്കൽ സപ്പോർട്ടിൽ അങ്ങനെ നിൽക്ക്, ഞാനും പറയാം. ലോക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ പണിയാണ്. കാരണം അവർ ചോദിക്കുന്നുണ്ട്. ഞാനെന്തായാലും ഈ നാട്ടുകാരനല്ലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വീടുകളിലേക്കുള്ള വഴിയാണ് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് തൊഴുത്തും കാര്യങ്ങളാണ്. ഇവിടെ മെയിനായിട്ട് എന്താ പറയുക, കന്നുകാലികൾ ഒരുപാടുണ്ട്. ഒരുപാട് പശുവും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുള്ളൊരു സ്ഥലമാണ്. അവന് ഏത് വഴിക്ക പോയെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കയറുമ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വീടുകളിലൂടെയാണ്. അതിലെയാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ലോക്കൽ സപ്പോർട്ട് വേണം. അല്ലാതെ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതുപോലൊന്നും കയറിയിട്ടൊന്നും പോകാൻ പറ്റൂല. മനസ്സിലായോ? അതാണ് അതിൻ്റെ സീക്രട്ട്. കൈ കൊടുറാ, പോട്ടെ. ഇതൊക്കെ വീടാണ് കേട്ടോ. ഇതെല്ലാം വീടാണ്. നിന്റെ വീടാ? ഇത് ആരുടെ വീട്? കോഴിക്കോടാന്നാ പറയണത്. വീട് അവിടെ അപ്പുറത്ത്. അത്ര കോഴി എടുക്കാ? കോഴീനല്ല ഉദ്ദേശിച്ച്. അതാ കൂട് കാണാണ്ട്. സൺഡേ കോഴിയാ? സൺഡേ കോഴീനെ അടക്കാൻ വേണ്ടിട്ട് ഉള്ള കൂടാന്നാ പറയണത്. എന്നാ പിന്നെ കണ്ടിട്ട് പോവാ. പറ സൺഡേ കോഴി. പൊള്ളാച്ചി പിന്നെ അതിന് ഫേമസ് ആണല്ലോ. ഇതാണ് എൻ്റെ സൺഡേ കോഴി. ഇതൊക്കെ റേറ്റ് ആവളോ? ഇതൊക്കെ റേറ്റിനാ കാശ്? ഇത് 6,000. പഠിച്ചോനെ, 6,000 രൂപയുടെ കോഴിയാണ് കാണുന്നത്. അങ്കക്കോഴി വാങ്ങ പോയില്ല. രണ്ടെണ്ണം ഉണ്ട് എന്നാണ് അവൻ പറയണത്. 6,000 രൂപയോളം വില മതിക്കുന്ന അങ്കക്കോഴിയെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളങ്ങനെ മേലോട്ട് കയറി പോവാണ്. ഇതൊക്കെ വീടുകളാണ് കേട്ടോ, എല്ലാം വീടുകളാണേ. ഇങ്ങയാ, എന്നാൽ അതിനെ കൂടെ ഒന്ന് കാണിച്ചേക്ക്. ഇനിയിപ്പോൾ അത് കാണാൻ പോയി കഴിഞ്ഞാൽ അതിന് കൊത്തുവോ? എവിടെ? അതാ മുതൽ അതിനെ കെട്ടി വെച്ചേക്കുക. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറാണ് ആള്. എന്താ പോയില്ല, ரொம்ப ഡേഞ്ചറാ. അപ്പം നമ്മൾ மேலேக்கு கயறி வெற்றி பார்க்கலாம். நான் இங்கே தான் இருக்கு. நாளை காலையில் தாண்டிடுவேன். காலையில் தாண்டிடுவேன் மலக்கப்பாறை. எத்தனை மணின்னு எனக்கு தெரியாது. நான் எப்போ எழுந்திருக்கணும் நாங்கள் மட்டும்தான் வீடியோ ஷூட் பண்ண இருக்குதா. உங்களோட லைஃப் ஸ்டைலு இந்த ஒரு கிளைமேட்டில் லைஃப் இல்லை, அது எனக்கு எக்ஸ்ப்ளோர் பண்ண வேணும். அதுக்காகத்தானா நீ அங்கே மீன் பிடிச்சி இருக்கும்போது அங்கே நான் அந்த ஆறு தாண்டி வந்துட்டு இருக்கேன். எங்கள் ஊரிലും இருக்குது കുളം തോടും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര വലിയ മീനൊന്നും കിട്ടൂല. ശരി എന്നാ, ഓക്കെ പോട്ടെ. ഓക്കെ. അപ്പോൾ ഗായ്സ്, അവനോട് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും സപ്പോർട്ട് ചെയ്യാനോ കാണാനായിട്ട് ആളുകളില്ല എന്നുള്ളൊരു വിഷമം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. യാത്ര മുന്നോട്ട് തന്നെയാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. വിശേഷങ്ങളും കാര്യങ്ങളായിട്ടും ഇനിയും വരുന്നതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.